മുനമ്പം മനുഷ്യക്കടത്ത് കേസിൽ നിർണായക വഴിത്തിരിവ്. മുനമ്പത്ത് നിന്നും കടൽ കടന്നവരുടെ ലക്ഷ്യം ഓസ്ട്രേലിയയല്ല ന്യൂസിലാൻഡാണെന്ന് പോലീസ് വ്യക്തമാക്കി. കുട്ടികളും 230 മുതിർന്നവരും ന്യൂസിലാൻഡിലേക്ക് കടന്നതായും പോലീസ് സ്ഥിരീകരിച്ചു. മൂവായിരത്തോളം തമിഴ് വംശജരുള്ള രാജ്യമാണ് ന്യൂസിലാൻഡ്. വർഷം 1000 അഭയാർത്ഥികളെ രാജ്യത്ത് സ്വീകരിക്കാനുള്ള അന്താരാഷ്ട്ര പദ്ധതി ന്യൂസിലാൻഡിനുണ്ട്. ഇക്കാര്യങ്ങളുടെ മറവിൽ ഇന്ത്യയിൽ നിന്ന് അനധികൃത സംഘം വ്യാപകമായി ആളുകളെ പ്രലോഭിപ്പിച്ച് കടത്തുകയായിരുന്നുവെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശ്രീകാന്തനും ബന്ധു രവീന്ദ്രനുമായിരുന്നു ഇടപാടിന്റെ ഏജന്റുമാർ. 1.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ ഇവർ ആളുകളിൽ നിന്ന് ഈടാക്കി. ഡൽഹിയിൽ നിന്നും ചെന്നൈയിൽ നിന്നുമായി ഇങ്ങനെ 230 പേരാണ് മുനമ്പം വഴി തീരം വിട്ടത്. പുറമെ കുട്ടികളും സംഘത്തിലുണ്ട്. ഡൽഹിയിൽ നിന്ന് ശ്രീകാന്തന്റെ ബന്ധു രവീന്ദ്രൻ 70 പേരെ സംഘടിപ്പിച്ചു. രവീന്ദ്രൻ സംഘത്തോടൊപ്പം ന്യൂസിലാൻഡിലേക്ക് പോയി. ബാക്കിയുള്ളവരെ ചെന്നൈയിൽ നിന്നും ശ്രീകാന്തനാണ് സംഘടിപ്പിച്ചത്. ബോട്ടിൽ ആളുകളുടെ എണ്ണം കൂടുതലായതാണ് ഇവർ ബാഗുകൾ ഉപേക്ഷിക്കാൻ കാരണം. കടന്നവർ എല്ലാവരും തമിഴ് വംശജരാണെന്നും പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഡൽഹിയിലും ചെന്നൈയിലുമായി ഊർജിത അന്വേഷണം പുരോഗമിക്കുകയാണ്. മുനമ്പം വഴി വിദേശത്തേക്ക് കടന്നവരിൽ ഡൽഹി തിലക് നഗറിലെ താമസക്കാരും ഉണ്ടായിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. കടൽ കടന്നവരുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുമെന്നും പോലീസ് കൂട്ടിച്ചേർത്തു. ഡൽഹി അംബേദ്കർ നഗർ കോളനിയിൽ നടത്തിയ അന്വേഷണത്തിലാണ് തിലക് നഗർ നിവാസികളും കേരളം വഴി അനധികൃതമായി വിദേശത്തേക്ക് കടന്നതായി പോലീസിന് വിവരം ലഭിച്ചത്. അംബേദ്കർ കോളനിയിലെ താമസക്കാർ തന്നെയാണ് തിലക് നഗറിലെ ബന്ധുക്കൾ വിദേശത്തേക്ക് പോയതായി വെളിപ്പെടുത്തിയത്. 10 വർഷം മുമ്പ് വിദേശത്തേക്ക് പോയവർ വീഡിയോ കോൾ ചെയ്ത് നാട്ടിലുള്ളവരെ പ്രലോഭിപ്പിച്ചു. തിലക് നഗറിൽ നിന്നും 100-ലേറെ പേർ ഇത്തരത്തിൽ നാട് വിട്ടിട്ടുണ്ടെന്നാണ് സംശയം. ഇതിൽ ആരൊക്കെ മുനമ്പം വഴി പോയെന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തമായ വിവരം ലഭിച്ചിട്ടില്ല. അന്വേഷണം തിലക് നഗറിലേക്കും വ്യാപിപ്പിച്ചു. അതേസമയം അംബേദ്കർ നഗർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വസ്തുക്കച്ചവടക്കാരൻ സോനുവിനെ മനുഷ്യക്കടത്തിൽ ബന്ധമുണ്ടെന്ന സംശയം ബലപ്പെട്ടു. കേരള പോലീസ് ഡൽഹിയിലെത്തിയത് മുതൽ ഇയാൾ ഒളിവിലാണ്. സംഭവത്തിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചന ലഭിച്ചതോടെ 2 പോലീസ് ഉദ്യോഗസ്ഥർ കൂടി അന്വേഷണത്തിനായി കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തി. മനുഷ്യക്കടത്ത് കേസിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന നടത്താൻ പോലീസ് സംഘം തീരുമാനിച്ചു. മനുഷ്യക്കടത്തിന്റെ സൂത്രധാരൻ ശ്രീകാന്തുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത്. ദേശീയ പണിമുടക്കിന്റെ തലേദിവസമായ തിങ്കളാഴ്ച രാത്രിയാണ് ശ്രീകാന്തിന്റെ കുടുംബവും സംഘവും തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് പുറപ്പെടുന്നത്. വൈകുന്നേരത്തോടെ തമിഴ് സംസാരിക്കുന്നവരുടെ ഒരു സംഘം ശ്രീകാന്തിന്റെ വെങ്ങാനൂരിലെ വീട്ടിലെത്തി. നാട്ടിൽ പൊങ്കൽ ആഘോഷത്തിന് പോകുന്നതാണെന്നും ഒപ്പമുള്ളത് ബന്ധുക്കളാണെന്നുമായിരുന്നു ശ്രീകാന്തിന്റെ കുടുംബം അയൽവാസികളോട് പറഞ്ഞത്. പോയത് കഴിഞ്ഞ കർത്താലിന്റെ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച രാത്രിയാണെന്ന് പോകും. വണ്ടിയുടെ കിടക്കാണ്. വണ്ടിയിൽ എത്ര പേരുണ്ടായിരുന്നോ അവരെത്ര പേരുണ്ടെന്ന് നമ്മളൊന്നും അങ്ങോട്ട് നോക്കാറേയില്ല. വിദേശത്തേക്ക് പോയി സ്ഥിരതാമസമാക്കുമെന്നും തങ്ങളുടെ ബന്ധുക്കൾ അവിടെ ഉണ്ടെന്നും ശ്രീകാന്തിന്റെ അമ്മ മുൻപ് പറഞ്ഞിട്ടുണ്ടെന്നും അയൽവാസികൾ പറഞ്ഞു. വെങ്ങാനൂരിൽ അനിൽകുമാറിന്റെ വീട്ടിൽ നിന്നും 2 കിലോമീറ്റർ അകലെയാണ് ശ്രീകാന്തും കുടുംബവും താമസിക്കുന്നത്. അനിൽകുമാറിനെ ശ്രീകാന്ത് കുടുക്കിയതാണെന്ന് അനിലിന്റെ സഹോദരൻ പറഞ്ഞു. ഇതില് അവൻ നിരപരാധിയാണ്. അവന് വോട്ട് വാങ്ങിക്കാനുള്ള ഇതുമില്ല. ഈ കടപ്പുറമായിട്ട് ഒരു ബിസിനസ്സും കാര്യങ്ങളുമില്ല. ആ ഒരു തൊഴിലുകാരനുമില്ല. അവന്റെ തൊഴിലെന്ന് പറഞ്ഞാൽ അലുമിനിയം ഫാബ്രിക്കേഷനാണ് പണി. അതൊക്കെ എടുത്തും കൂടി തരും. പിന്നെ ഈ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായിക്കാൻ പറഞ്ഞാൽ ഓടി തിരിഞ്ഞു നോക്കാതെ, വീട്ടുകാരെ നോക്കാതെയൊക്കെ, തിരിഞ്ഞ് മുഖം നോക്കാതെയൊക്കെ സഹായിക്കുന്ന ഒരു വീട്ടുകാരാണ്. അങ്ങനെ ഒരു സഹായത്തിന്റെ ഒരു ആപത്താണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീകാന്തും കുടുംബവും ബോട്ടിൽ നാടുവിട്ടിട്ടുണ്ടാകുമെന്ന് തന്നെയാണ് പ്രദേശവാസികൾ കരുതുന്നത്. മുനമ്പത്ത് നിന്നും കടൽ കടന്നവരുടെ ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ നിന്ന് നിരോധിത നോട്ടുകളും കണ്ടെത്തിയെന്ന് പോലീസ് പറഞ്ഞു. 6 റിസോർട്ടുകളിലായാണ് സംഘം താമസിച്ചിരുന്നതെന്നും അന്വേഷണ സംഘം സ്ഥിരീകരിച്ചു. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നും സൂചനയുണ്ട്. മുനമ്പത്ത് മനുഷ്യക്കടത്ത് സംഘത്തിൽപ്പെട്ടവരുടെന്ന് കരുതുന്ന ഉപേക്ഷിക്കപ്പെട്ട ബാഗിൽ നിന്ന് 11,810 രൂപയാണ് കണ്ടെത്തിയത്. ഇതിൽ 5,500 രൂപയുടെ നിരോധിക്കപ്പെട്ട 500 രൂപയുടെ നോട്ടുകളാണ് ഉണ്ടായിരുന്നത്. പെട്ടിക്കടകളിൽ പോലും 500 നോട്ടുകളാണ് സംഘത്തിലുള്ളവർ നൽകിയിരുന്നതെന്ന് നാട്ടുകാർ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി.
കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ നിന്ന് 2 ട്രാവലറിലും 3 കാറിലുമാണ് സംഘം ചെറായിലേക്ക് തിരിച്ചതെന്ന് വ്യക്തമായതായും അന്വേഷണ സംഘം പറഞ്ഞു. ചെറായിൽ 6 റിസോർട്ടുകളിലായി തങ്ങിയ സംഘം പുലർച്ചെ 5-ന് റിസോർട്ടിൽ നിന്ന് യാത്ര തിരിച്ചുവെന്നും വിവരം ലഭിച്ചു. മുനമ്പത്തെത്തി ഇവർ കൂട്ടമായി ഹാർബറിലേക്ക് നടന്നു നീങ്ങുന്നത് കണ്ടതായി നാട്ടുകാർ മൊഴി നൽകിയിരുന്നു. ബോട്ടിൽ കയറും മുമ്പ് സിം കാർഡുകളും മൊബൈൽ ഫോണും ഉപേക്ഷിക്കാൻ സംഘാംഗങ്ങളോട് നിർദ്ദേശിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഫോൺ സിഗ്നലുകൾ വഴി കണ്ടെത്തുകയും പ്രായോഗികമല്ലെന്ന് അന്വേഷണ സംഘം പറഞ്ഞു. ബോട്ടിന്റെ മുഖ്യ ഉടമസ്ഥനായ തമിഴ്നാട് തക്കല സ്വദേശി ശ്രീകാന്തനും കുടുംബവും ഒളിവിലാണെന്നും പോലീസ് പറഞ്ഞു. മനുഷ്യക്കടത്ത് നടന്നതായി സംശയിക്കുന്ന 12, 13 തീയതികളിൽ ശ്രീകാന്തനെ ബന്ധപ്പെട്ട മറ്റ് മത്സ്യബന്ധന ബോട്ടുടമകളായ 6 പേരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമെന്നാണ് വിവരം. കേരളം, തമിഴ്നാട് എന്നിവിടങ്ങളിലെ മത്സ്യബന്ധന തുറമുഖത്തുനിന്ന് ശ്രീലങ്കയും സിംഗപ്പൂരും വഴി ഓസ്ട്രേലിയയിലേക്ക് കുടിയേറ്റക്കാരെ എത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങൾ സജീവമാണെന്നും പോലീസ് കൂട്ടിച്ചേർക്കുന്നു. മുനമ്പത്തുനിന്ന് 4 തവണ ഇത്തരം മനുഷ്യക്കടത്തുകൾ നടന്നതായി നേരത്തെ പരാതി ലഭിച്ചിരുന്നു. അതേസമയം മുനമ്പത്തുനിന്ന് മത്സ്യബന്ധന ബോട്ട് വഴി കടൽമാർഗം ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നതായി സ്ഥിരീകരിക്കാനായിട്ടില്ലെന്ന് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കി. നവജാത ശിശുക്കളും പ്രായമുള്ള സ്ത്രീകളും അടങ്ങിയ സംഘം പഴയ മത്സ്യബന്ധന ബോട്ടിൽ ഇത്രയും ശ്രമകരവും 21 ദിവസത്തിലേറെ നീണ്ടു നിൽക്കുന്നതുമായ കടൽയാത്ര നടത്തുക അതീവ ദുഷ്കരമാണെന്ന് IB അംഗങ്ങൾ കൂട്ടിച്ചേർക്കുന്നു. അതേസമയം ദുർഘടയാത്രയെക്കുറിച്ചുള്ള വിവരം സംഘാംഗങ്ങളിൽ നിന്ന് മറച്ചുവെച്ച് ചിലരെ ഓസ്ട്രേലിയ, കൊറിയ എന്നിവിടങ്ങളിലെ തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്ന മനുഷ്യക്കടത്ത് സംഘങ്ങൾ സജീവമാണെന്നും IB തയ്യാറാക്കിയ അന്വേഷണ റിപ്പോർട്ടിൽ സൂചനയുണ്ടെന്നാണ് വിവരം. ശ്രീലങ്കൻ, ബംഗ്ലാദേശി പൗരന്മാരടങ്ങിയ സംഘം മുനമ്പം വഴി മനുഷ്യക്കടത്ത് നടത്തുന്നതായി രാജ്യാന്തര ഏജൻസികൾക്ക് സന്ദേശം കൈമാറിയിട്ട് ദിവസങ്ങളായിട്ടും ഇതിനുപയോഗിച്ചുവെന്ന് പറയുന്ന ദയാമാത എന്ന ബോട്ട് കണ്ടെത്താൻ കഴിയാത്തത് സംശയം ജനിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ സൂചനയുണ്ട്. മനുഷ്യക്കടത്ത് സംഘം മുനമ്പത്തു നിന്ന് വാങ്ങിയ ദയാമാത ബോട്ടിന്റെ സഹ ഉടമ കോവളം സ്വദേശി അനിൽകുമാറിനെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അടുത്തയാഴ്ചയോടെ പ്രത്യേക സംഘത്തെ കേരളത്തിലേക്ക് അയക്കുമെന്ന് ഓസ്ട്രേലിയൻ പോലീസ് അറിയിച്ചതായി ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അതേസമയം മനുഷ്യക്കടത്ത് സംഘത്തിൽ 53 പേരുണ്ടായിരുന്നതായി റിസോർട്ട് ജീവനക്കാരെയും മുനമ്പം ബോട്ട് ജീവനക്കാരെയും ചോദ്യം ചെയ്ത സംസ്ഥാന പോലീസിന് വിവരം ലഭിച്ചു. ഇവർക്ക് താമസ സൗകര്യമൊരുക്കിയ റിസോർട്ട് ഉടമകളും ഹോം സ്റ്റേ ഉടമകളും നിയമപരമായ നിർദ്ദേശങ്ങൾ പാലിക്കാതെയാണ് താമസമൊരുക്കിയത്. സംഘത്തിലെ ഏതാനും പേരുടെ രേഖകൾ മാത്രമാണ് സൂക്ഷിച്ചത്. ഇതിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് IB സംസ്ഥാന പോലീസിന് നിർദ്ദേശം നൽകിയെന്നും സൂചനയുണ്ട്. ഇതേ തുടർന്ന് സംഘാംഗങ്ങൾ താമസിച്ചിരുന്ന ഹോം സ്റ്റേകളും റിസോർട്ടുകളും പൂട്ടി പോലീസ് സീൽ ചെയ്തു. എന്നാൽ സംഘാംഗങ്ങൾ താമസിച്ചതിന്റെ രേഖകളൊന്നും നഷ്ടപ്പെടാതിരിക്കാനാണ് അടച്ചുപൂട്ടലെന്ന് സംസ്ഥാന പോലീസ് അറിയിച്ചു. കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നും സൂചനയുണ്ട്. കൊച്ചി ബ്യൂട്ടി സലൂൺ വെടിവെപ്പ് കേസിൽ നടി ലീനയ്ക്ക് വീണ്ടും ഭീഷണി സന്ദേശം ലഭിച്ചെന്ന പോലീസ്. അധോലോക രാജാവ് രവി പൂജാരയാണ് ഭീഷണി മുഴക്കുന്നതെന്ന് നടി പറഞ്ഞു. അന്വേഷണ സംഘത്തിന് മുന്നിൽ ശനിയാഴ്ച ഹാജരാകുമെന്നും നടി വ്യക്തമാക്കി. അതേസമയം കേസന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നും സൂചനയുണ്ട്. പോലീസ് അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന് ലീന മരിയ പോൾ പറഞ്ഞു. രവി പൂജാരിയിൽ നിന്നും വീണ്ടും ഭീഷണി കോളുകൾ വരുന്നുണ്ട്. എനിക്ക് കോൾ വരുന്നുണ്ട്, ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല. എന്റെ ലോയറിന് കോൾ വരുന്നുണ്ട്. ലീന ശനിയാഴ്ച വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായേക്കും. രവി പൂജാരിയുടെ ആളുകളുമായി ഒത്തുതീർപ്പുകൾ നടന്നതായുള്ള വാർത്തകൾ ലീന നിഷേധിച്ചു. കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന വിവരങ്ങൾ കൃത്യമായി രവി പൂജാരിക്ക് ചിലർ എത്തിക്കുന്നുണ്ട്. രവി പൂജാരിക്കുള്ള പങ്കിനെ കുറിച്ചറിയാൻ പോലീസ് കർണാടകയിലും ഹൈദരാബാദിലും അന്വേഷണം നടത്തി വരികയാണ്. കേസിന്റെ അന്വേഷണ ചുമതല ACP ഷംസിനാണ്. കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നാണ് വിവരം. ചാലക്കുടി പനമ്പിള്ളി സെന്ററിലെ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്കും ജീവനക്കാരനും വെട്ടേറ്റ സംഭവത്തിൽ പ്രതികൾ അറസ്റ്റിലായി. 5 അംഗ സംഘമാണ് ചാലക്കുടി പോലീസിന്റെ വലയിലായത്. പിടിയിലായവർ മുൻപും ക്രിമിനൽ കേസുകളിൽ പ്രതികളായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പണമിടപാടിനെ സംബന്ധിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം. പ്രതികൾ കയ്യിൽ കരുതിയിരുന്ന വടിവാൾ ഉപയോഗിച്ച് കട ഉടമയെ വെട്ടുകയും തടയാൻ ചെന്ന ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം വെട്ടി പരിക്കേൽപ്പിക്കുകയും ആയിരുന്നു. വ്യാജ സ്വർണം പണയം വെച്ച് പണം തട്ടിയെടുക്കുന്ന സംഘത്തിലെ 4 പേരെ ഇടുക്കി നെടുങ്കണ്ടത്ത് പോലീസ് അറസ്റ്റ് ചെയ്തു. തൂക്കുപാലം CV സജു, പുഷ്പകണ്ഠം ഇല്യാസ്, കടക്കൽ റജീബ്, പാറയിൽ ഷമീം എന്നിവരാണ് പിടിയിലായത്. സഹകരണ ബാങ്കിന്റെ മുണ്ടിയെരുമ ശാഖയിൽ 6 വളകൾ പണയം വെച്ച് 1.25 ലക്ഷത്തോളം രൂപയും, ബാലഗ്രാം സഹകരണ ബാങ്കിൽ 6 വളകൾ പണയം വെച്ച് 1,30,000 രൂപയുമാണ് പ്രതികൾ തട്ടിയെടുത്തത്. പിടിയിലായ സജുവാണ് സ്വർണം പണയം വയ്ക്കാൻ ബാങ്കിലെത്തിയത്. ഇല്യാസാണ് മുക്കുപണ്ടം സജുവിന് എത്തിച്ചതെന്നും പോലീസ് പറഞ്ഞു.
പിടിയിലായ കൊല്ലം സ്വദേശികളാണ് വളകൾ നിർമ്മിച്ചതെന്നും പോലീസ് സ്ഥിരീകരിച്ചു. സ്വകാര്യ പണമിടപാട് കേന്ദ്രത്തിൽ സ്വർണം പണയം വയ്ക്കാനെത്തിയ പ്രതികളിൽ സംശയം തോന്നിയ ജീവനക്കാർ നടത്തിയ ഇടപെടലുകളാണ് വൻ റാക്കറ്റിനെ അഴിക്കുള്ളിലാക്കാൻ സഹായിച്ചതെന്ന് നെടുങ്കണ്ടം പോലീസ് വ്യക്തമാക്കി. കായംകുളം നഗരത്തിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച. നിറയിൽ മുക്ക അർത്തിക്കുളങ്ങര ജിജോയുടെ വീട്ടിലാണ് മോഷണം അരങ്ങേറിയത്. TV, വാർപ്പടക്കമുള്ള പാത്രങ്ങൾ, വീട്ടുപകരണങ്ങൾ എന്നിങ്ങനെ ഏതാണ്ട് 3 ലക്ഷം രൂപ വിലമതിക്കുന്ന സാധനങ്ങളാണ് കള്ളൻ അപഹരിച്ചത്. ഉടമസ്ഥൻ ജിജോ വിദേശത്താണെന്ന് പോലീസ് പറഞ്ഞു. ഏതാനും ദിവസങ്ങളായി അടച്ചിട്ടിരുന്ന വീട് അമ്മയെത്തി ബുധനാഴ്ച രാവിലെ തുറന്നപ്പോഴാണ് വാതിലും മറ്റുമിളക്കി കള്ളൻ വീടിനുള്ളിൽ കടന്നതെന്ന് വ്യക്തമായത്. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്നതായി സ്ഥിരീകരിക്കാനായതെന്നും പോലീസ് വ്യക്തമാക്കി. കായംകുളം പോലീസിന് പുറമെ വിരലടയാള വിദഗ്ധരും സ്ഥലത്ത് പരിശോധനകൾ നടത്തി. ലോക്കുകളെല്ലാം തകർത്ത് സകലമാന കാര്യങ്ങളും വാരിത്തറയിലിട്ട് അതിനകത്തുനിന്ന് നല്ല നല്ല വിലപിടിപ്പുള്ള കുറേ സാധനങ്ങൾ കൊണ്ടുപോവുകയും നമുക്കെല്ലാം കൂടി ഒരു 2-3 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ട്. എല്ലാം വാരി വലിച്ചെല്ലയിട്ട് ആ നല്ല വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോയി. കുറേ രൂപയുണ്ടായിരുന്നു, അതും കൊണ്ടുപോയി. രൂപ എത്ര ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. പുരാതന കാലത്തെയുള്ള വാർപ്പ്, ചെമ്പ്, കുട്ടകം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. അത് ഓരോ സെറ്റായിട്ടായിരുന്നു. വലിയ വാർപ്പ്, ചെറിയ വാർപ്പ്, അതിനകത്തുള്ള ചെറിയ ഉരുളി, വലിയ ഉരുളി, ഇങ്ങനെയുള്ള ഇതെല്ലാം ഒരു സെറ്റായിട്ട് അതെല്ലാം കൊണ്ടുപോയി. വലിയൊരു ചെമ്പുണ്ടായിരുന്നു, അത് ഒരു 10-12 കിലോയുടെ ഒരു കുട്ടക, അതുകൊണ്ട്. അതേസമയം പ്രദേശത്ത് മോഷണം വ്യാപകമായിട്ടും പോലീസ് നിഷ്ക്രിയമാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. കഴിഞ്ഞ ക്രിസ്തുമസ് ദിവസവും പ്രദേശത്തെ ഒരു വീട്ടിൽ വൻ മോഷണം നടന്നിരുന്നു. സ്വർണ്ണാഭരണങ്ങളടക്കം 5 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നഷ്ടമായ കവർച്ചയ്ക്ക് പിന്നിലെ മോഷ്ടാവിനെ കണ്ടെത്തുന്നതിലും പോലീസ് പരാജയപ്പെട്ടുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം. താമരശ്ശേരിയിൽ എക്സൈസ് സംഘത്തിന്റെ വ്യാജ ചാരായ വേട്ട. മലയോര മേഖലയിൽ ചാരായം വാറ്റി വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങളിലാണ് റെയ്ഡ് നടന്നത്. 2 വാറ്റുകാരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഓഫീസ് പരിധിയിലെ മലയോര മേഖലകളിൽ വ്യാജചാരായ വാറ്റി വ്യാപകമായതിനെ തുടർന്നാണ് എക്സൈസ് നടപടി ശക്തമാക്കിയത്. 3 സംഭവങ്ങളിലായി 22 ലിറ്റർ ചാരായവും 170 ലിറ്റർ വാഷും പിടിച്ചെടുത്ത എക്സൈസ് സംഘം 2 പേരെ അറസ്റ്റ് ചെയ്തു. തിരുവമ്പാടി മരക്കാട്ടുപുറത്ത് വീട്ടിൽ വ്യാജവാറ്റ് നടത്തുന്നതായ വിവരത്തെ തുടർന്ന് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കുന്നുമ്മൽ സുരേന്ദ്രന്റെ വീട്ടിൽ നിന്നും 7 ലിറ്റർ ചാരായവും 100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് സംഘം പിടിച്ചെടുത്തു. സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കൂടരഞ്ഞി കക്കാടംപൊയിലിൽ നടന്ന പരിശോധനയിൽ 10 ലിറ്റർ ചാരായവുമായി പാവയ്ക്കൽ വീട്ടിൽ ഷിബു സെബാസ്റ്റ്യൻ എക്സൈസിന്റെ പിടിയിലായി. അടിവാരം 100-ാം തോട് ഭാഗത്ത് എക്സൈസ് നടത്തിയ പരിശോധനയിൽ 70 ലിറ്റർ വാഷും 5 ലിറ്റർ ചാരായവും വാറ്റുപകരണങ്ങളും പിടിച്ചെടുത്തു. സംഭവത്തിൽ വർഗീസ് എന്ന ജോർജിനെതിരെ എക്സൈസ് കേസെടുത്തു. ഇയാളുടെ വീടിനോട് ചേർന്ന് വ്യാജവാറ്റ് നടക്കുന്നതിനിടെ എക്സൈസ് പരിശോധനയ്ക്കെത്തിയപ്പോൾ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. കഞ്ചാവിനെതിരെ ബഹുജന കൂട്ടായ്മകൾ രംഗത്തെത്തിയതോടെയാണ് മലയോര മേഖലയിൽ വ്യാജവാറ്റ് വ്യാപകമായതെന്നും പരിശോധന ശക്തമാക്കുമെന്നും താമരശ്ശേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ PP വേണു പറഞ്ഞു. താമരശ്ശേരി ടൗണിൽ കഞ്ചാവ് കേസുകളെ പറ്റി ജനങ്ങൾക്കുണ്ടായ ഒരു മതിപ്പിന്റെ അടിസ്ഥാനത്തിൽ പല സ്ഥലത്തും കമ്മിറ്റികൾ ഉണ്ടാക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന അടിസ്ഥാനത്തിൽ കഞ്ചാവ് കേസിലെ NDPS കേസിലെ പ്രതികളെല്ലാം തൽക്കാലം മാറിയെന്നുകൊണ്ട് ചാരായവുമായാണ് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ മലയോര മേഖല അടിസ്ഥാനമാക്കി ശക്തമായ റെയ്ഡുകളും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മാസം തന്നെ 3 ഡിസ്റ്റിലേഷൻ കേസുകൾ കണ്ടുപിടിക്കപ്പെട്ടത്. കോഴിക്കോട് ജില്ലയിൽ ഇത്രയധികം ഡിസ്റ്റിലേഷൻ കേസുകൾ മറ്റൊരു റേഞ്ചിലും കാണുന്നില്ല. തുടർന്നും ഈ ഭാഗങ്ങളിൽ ശക്തമായ റെയ്ഡുകൾ നടത്തും. താമരശ്ശേരി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. കണ്ണൂർ ജില്ലയിൽ നിന്ന് ഐസിസിലേക്ക് കൂടുതൽ ആളുകളെ എത്തിക്കാൻ ശ്രമം നടക്കുന്നതായി സൂചന. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നിതാന്ത ജാഗ്രതയിലാണ് പോലീസ് സംഘം. യുവാക്കളും കുടുംബങ്ങളും കൂട്ടത്തോടെ IS-ൽ ചേരാൻ പോകുന്നതിന് മുന്നിൽ പ്രവർത്തിക്കുന്നവരെ കണ്ടെത്താൻ പോലീസ് ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ജില്ലയിൽ ചില പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ചില സംഘടനകളുടെ നേതാക്കൾക്ക്
തിരോധാനത്തിൽ ബന്ധമുണ്ടെന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നാൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ഇവരെ പിടികൂടി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിക്കൂ എന്നും കണ്ണൂർ ഡിവൈഎസ്പി പി സദാനന്ദൻ പറഞ്ഞു. സാമ്പത്തിക സഹായങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. കൂടാതെ ചില ഉന്നത വ്യാപാരികൾക്കും ഇത്തരം സംഘങ്ങളും വ്യക്തികളുമായി നല്ല ബന്ധമുണ്ടെന്ന വിവരവും പോലീസിന് ലഭിച്ചതായി സൂചനയുണ്ട്. തീവ്രവാദ കേസിൽ അറസ്റ്റിലായ പ്രതികൾക്ക് കേസ് നടത്താൻ ലക്ഷങ്ങൾ നൽകിയ ഒരു വ്യാപാരിയുടെ നടപടി നേരത്തെ വിവാദമായിരുന്നു. ഇയാളുമായി അടുത്ത ബന്ധമുള്ള ആളുകൾ വിദേശത്ത് പിടിയിലാവുകയും ജയിലിലടക്കപ്പെടുകയും ചെയ്തിരുന്നു. കണ്ണൂർ സ്വദേശിക്ക് ലഭിച്ച ശബ്ദ സന്ദേശത്തിലാണ് കുടുംബത്തോടെ IS-ൽ ചേർന്ന യുവാവ് മരണപ്പെട്ട വാർത്തയെത്തിയത്. IS-ൽ ചേരാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പോയവരിൽ ചിലർ കൊല്ലപ്പെട്ടതായി നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. സമാനമായി കാസർഗോഡ് ജില്ലയിൽ നിന്ന് പോയവരും കൊല്ലപ്പെട്ടിരുന്നു. കഴിഞ്ഞ നവംബർ 20-ന് കണ്ണൂരിൽ നിന്ന് 10 പേർ IS-ൽ ചേരാൻ നാടുവിട്ടതായി പോലീസിന് വിവരം ലഭിച്ചു. അൻവർ, ഭാര്യ അഫ്സീല, 3 മക്കൾ, പൂതപ്പാറയിലെ K സജാദ്, ഭാര്യ ഷാഹിന, 2 മക്കൾ, സിറ്റിക്കുറുവയിലെ TP നിസാം എന്നിവരാണ് നാടുവിട്ടതെന്നാണ് വിവരം. മൈസൂരിലേക്കെന്ന് പറഞ്ഞാണ് ഇവർ വീട് വിട്ടിറങ്ങിയത്. തിരിച്ചെത്താത്തതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് IS-ൽ ചേരാൻ പോയെന്ന് വ്യക്തമായത്. അൻവറിന്റെ ഭാര്യ അഫ്സീല ഒരു നവമാധ്യമം വഴി നടത്തിയ ചാറ്റിംഗിന്റെ വിവരം പുറത്തു വന്നതോടെയാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറം ലോകമറിഞ്ഞത്. കണ്ണൂരിൽ നിന്ന് നേരത്തെ IS-ൽ ചേരാൻ പോയ 13 കുട്ടികൾ ഉൾപ്പെടെ 35 പേരിൽ 5 പേരെ തുർക്കി പോലീസ് പിടികൂടി തിരിച്ചയച്ചിരുന്നു. പടിഞ്ഞാറൻ ഡൽഹിയിൽ ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറെ അക്രമി സംഘം കുത്തിക്കൊന്നു. രഘുവീർ നഗറിൽ കഴിഞ്ഞ രാത്രിയാണ് ക്രൂരത അരങ്ങേറിയത്. അങ്കിത് സക്സേന എന്ന 23-കാരനാണ് കൊല്ലപ്പെട്ടത്. അങ്കിതും പ്രദേശത്തെ 20-കാരിയുമായി പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. യുവതിയുടെ വീട്ടുകാരാണ് കൊലപാതകത്തിന് പിന്നിലെന്നും പോലീസ് സ്ഥിരീകരിച്ചു. ഇതര മതത്തിൽപ്പെട്ട യുവാവുമായുള്ള യുവതിയുടെ പ്രണയം വീട്ടുകാർ എതിർത്തിരുന്നു. തുടർന്നാണ് യുവാവിനെ വകവരുത്താൻ യുവതിയുടെ വീട്ടുകാർ തീരുമാനിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ യുവതിയുടെ പ്രായപൂർത്തിയാകാത്ത സഹോദരൻ ഉൾപ്പെടെയുള്ളവരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നടന്നത് ദുരഭിമാന കൊലയാണെന്നും പോലീസ് സ്ഥിരീകരിച്ചു. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സ്ഥലത്ത് പോലീസ് കാവൽ ശക്തമാക്കി. തമിഴ്നാട്ടിലെ ട്രിച്ചിയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ സദാചാര ഗുണ്ടകൾ കുത്തിക്കൊന്നു. തമിഴ് വാനൻ എന്ന വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ടത്. ശിരുകന്നൂരിൽ സ്നേഹിതയ്ക്കൊപ്പം സംസാരിച്ച് നിൽക്കുന്നതിനിടെയാണ് ആക്രമണം അരങ്ങേറിയത്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയാണ് വനാതിർത്തിയിൽ കൊലപാതകം അരങ്ങേറിയതെന്ന് പോലീസ് പറഞ്ഞു. തുടയിൽ കുത്തേറ്റ യുവാവ് രക്തം വാർന്നാണ് മരിച്ചതെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. 4-അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. സദാചാര ഗുണ്ടകളെ ഉടൻ പിടികൂടുമെന്ന് പോലീസ് പറഞ്ഞു. പ്രശസ്ത മറാത്തി നിർമ്മാതാവിനെ ക്ഷേത്രത്തിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. സദാനന്ദയാണ് മരിച്ചത്. ദക്ഷിണ മുംബൈയിലെ ക്ഷേത്രത്തിലാണ് ജഡം കണ്ടെത്തിയത്. നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി അംഗവും സിനിമാ നിർമ്മാതാവുമായ സദാനന്ദ എന്ന പപ്പു ലാഡിനെ അമ്പലത്തിനുള്ളിലാണ് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദക്ഷിണ മുംബൈയിലെ ഗ്രാൻഡ് റോഡിലുള്ള അമ്പലത്തിലാണ് ജഡം കണ്ടെത്തിയതെന്ന് പോലീസ് പറഞ്ഞു. ചിലരുടെ മാനസിക പീഡനത്തെ തുടർന്നുള്ള ആത്മഹത്യയാകാമെന്ന നിഗമനത്തിലാണ് ബന്ധുക്കൾ. ബുധനാഴ്ച രാവിലെയാണ് ഫണ്ടൻച ഗണപതി ക്ഷേത്രത്തിനുള്ളിൽ തൂങ്ങിമരിച്ച നിലയിൽ പപ്പു ലാഡിന്റെ മൃതദേഹം കണ്ടെത്തിയത്. സ്ഥലത്തുനിന്നും ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തി. ഒരു ബിൽഡറുടെ അതിക്രമങ്ങളിൽ മനം മടുത്താണ് ജീവിതം അവസാനിപ്പിക്കുന്നതെന്ന് സദാനന്ദയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നതായി പോലീസ് കൂട്ടിച്ചേർത്തു. മകൻ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി പോലീസ് വ്യക്തമാക്കി. LG പ്രൊഡക്ഷന്റെ ബാനറിൽ മറാത്ത ചിത്രങ്ങളാണ് ലാഡ് നിർമ്മിച്ചിരുന്നത്.